OnePlusന്റെ രണ്ട് ഫോണുകൾ വന്നിരിക്കുകയാണ്. നോഡ് 5 നോഡ് C5 വർത്താണ് ഈ ഫോൺ വർത്ത്. അപ്പൊ C5 വരുന്നത് നമ്മുടെ സാധാരണക്കാരനെ അപേക്ഷിച്ച് ഒരു അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടക്കാനും അതുപോലെ തന്നെ ഗെയിമിംഗ് ക്യാമറ സെറ്റപ്പ് ഇതെല്ലാം നീറ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നതാണ് C5 വരുന്നത്. നോഡ് 5 വരുന്നത് അത്യാവശ്യം ഗെയിമിംഗ് ഫോക്കസ് ചെയ്യുന്നതിന് നമ്മുടെ സ്പീഡിലുള്ള കാര്യങ്ങൾ നടക്കണം. അതുപോലെ തന്നെ ക്യാമറ വീഡിയോഗ്രാഫി ഈ സാധനങ്ങളെല്ലാം ഒരു കൊടുക്കയിലായിക്കൊണ്ടാണ് നോഡ് 5 നമ്മുടെ മുന്നിലെത്തുന്നത്. സ്നാപ്ഡ്രാഗൺ 8S ജനറേഷൻ 3 പ്രോസസറിലാണ് വരുന്നത്. 4nm ആർക്കിടെക്ചറോട് കൂടിയിട്ട് ഗെയിമിംഗ് സപ്പോർട്ട്, ക്യാമറ സപ്പോർട്ട്, എഞ്ചിൻ സപ്പോർട്ട് ഇതെല്ലാം കൂടി ചേർന്ന കിടിലം പെർഫോമൻസ് ഉള്ള ചിപ്സെറ്റ് ആണ്. അപ്പൊ കണ്ണും പൂട്ടി എടുക്കാം. ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് ചെയ്യുന്ന ഒരു മിഡ് റേഞ്ച് ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ആയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ സ്നാപ്ഡ്രാഗൺ 8S ജനറേഷൻ 3 പ്രോസസറിനെ കാണുന്നത്. അതുപോലെ തന്നെ മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 8350 ചിപ്സെറ്റിലാണ് C5 വരുന്നത്. ഈ റേറ്റിൽ ഇതും ഒരു വർത്ത് ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പ്രീമിയം ലുക്കോട് കൂടിയിട്ടാണ് ഈ രണ്ട് സെറ്റും വരുന്നത്. ബാക്കിൽ ഗ്ലാസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രീമിയം ലുക്ക് നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്, നോഡ് 5 കിട്ടുന്നുണ്ട്. എനിക്ക് ഡിസൈനിൽ ആകെ മോശമായിട്ട് പറയാൻ തോന്നിയത് സൈഡിൽ ഒരു മെറ്റൽ ഫ്രെയിം കൊടുക്കായിരുന്നു. പ്ലാസ്റ്റിക് ടൈപ്പ് ഫ്രെയിം ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഒരു പ്രീമിയം ലുക്കിനെ ഒന്ന് ബാധിച്ചിട്ടുണ്ട്. ഈ പ്രൈസ് റേഞ്ചിൽ പക്ഷെ ഇത് വെർത്താണ്. ഇത് പ്രീമിയം ലുക്കിൽ കാര്യമില്ല, പെർഫോമൻസിലാണ് കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു നമുക്ക് ഈ ഒരു റേറ്റിൽ ഒരു മികച്ച ഫോണായിട്ടാണ് എനിക്ക് തോന്നിയത്. C5 ഓൾസോ ഒരു നല്ല ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഗെയിമിംഗിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ 8S ജനറേഷൻ 3 പ്രോസസറിൽ 144 ഹെർട്സ് റിഫ്രഷ് റേറ്റോട് കൂടിയിട്ടുള്ള ഡിസ്പ്ലേ, AMOLED ഡിസ്പ്ലേയോട് കൂടിയിട്ടാണ് ഈ നോഡ് 5 വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് വെരി സ്മൂത്ത് ആയിരിക്കും. Adreno 735 GB ആണ് വരുന്നത്. പുള്ളിയുടെ ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗിച്ച് ഗെയിമിംഗ് സ്മൂത്ത് ആകും. ഗെയിം പ്ലേയിൽ എനിക്ക് C5ന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കുറച്ച് താഴെയായിട്ട് വരും. പക്ഷെ അത് കൊള്ളൂലെന്നല്ല, അത് നീറ്റ് ആയിട്ട് നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും. പക്ഷെ ഭയങ്കര ഗെയിമേഴ്സിനൊന്നും അത് പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. പക്ഷെ നീറ്റ് ആയിട്ട് ഗെയിം കളിക്കാൻ പറ്റും. ക്യാമറയിലേക്ക് വരാണെങ്കിൽ നിലവിലെ ചെക്കിംഗ് അനുസരിച്ച് പോർട്രേറ്റ് ഫോട്ടോ ഒന്നും എനിക്ക് അത്ര ഭംഗിയായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ വീഡിയോഗ്രാഫി അടിപൊളിയായിരിക്കും. വീഡിയോഗ്രാഫിയുടെ ചെക്കിംഗ് വീഡിയോ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ താഴത്തെ ക്യാമറ 8MB അൾട്രാ വൈഡ് ക്യാമറ, മുകളിലത്തത് സോണി LYT 700 മെയിൻ ക്യാമറ, 50MB മെയിൻ ക്യാമറ, OS ടെക്നോളജി ഉണ്ട്. അപ്പൊ സ്റ്റെബിലൈസേഷനും അടിപൊളിയായിരിക്കും. 50MB ഓട്ടോ ഫോക്കസ് ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. അപ്പൊ ക്യാമറ സെക്ഷൻ ഒക്കെ അടിപൊളി പെർഫോമൻസ് ആയിരിക്കും. പ്രൈസ് റേഞ്ചിലേക്ക് വരുമ്പോൾ നോഡ് C5 25,000 രൂപയും നോഡ് 5 ഒരു 30,000 രൂപ റേഞ്ചിലാണ് വരാൻ പോകുന്നത്. അപ്പൊ നാളെ അതായത് 8-ാം തീയതി നമുക്ക് ഈ സാധനത്തിന്റെ റേറ്റ് അറിയാൻ പറ്റും. റേറ്റിൽ മാറ്റം വരാണെങ്കിൽ ഞാൻ തംബ്നെയിലിൽ അത് മാറ്റുന്നതായിരിക്കും. ബാക്കി എല്ലാ സ്പെക്കും വെച്ച് ഈ പ്രൈസ് റേഞ്ചിൽ വെർത്ത് ഫോണാണ്. എടുക്കാനുള്ളവർ എടുത്തോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.